ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയേഴ്സും ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്ത് പോവുക. അതുവഴി നമ്മൾ PSCയിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് മാക്സിമം ഒരുവിധം വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പരിചയപ്പെടാനും ഒരു വിധത്തിലുള്ള എല്ലാത്തിനും നമുക്ക് അറ്റൻഡ് ചെയ്യാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഊർജ്ജതന്ത്രം എന്ന് പറയുന്ന, അതായത് സയൻസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. നമുക്കറിയാം PSCയിൽ മെയിനായിട്ട് വരുന്നൊരു വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തിലെ ഊർജ്ജതന്ത്രം അഥവാ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ അല്ല. ഇനി നമുക്ക് തുടങ്ങാം. ദ്രവ്യവും ഊർജ്ജവും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് തുടങ്ങാം. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതാണ്? ജലവൈദ്യുതി, താപവൈദ്യുതി, ആണവവൈദ്യുതി, സൗരോർജ്ജം. ഓഫ് കോഴ്സ് എന്താണ്? സൗരോർജ്ജമാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ആകൃതിയും ഭാരവുമുള്ള അവസ്ഥ ഏതാണ്? ഖരമവസ്ഥയാണ്, നമുക്കറിയാം. ഇനി മൂന്നാമത്തത്, ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ്? ഇടിമിന്നൽ ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. D ആണ് ഉത്തരം, പ്ലാസ്മ ആണ്. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജ്ജം ഏതാണ്? ഗതികോർജ്ജം, സ്ഥിതികോർജ്ജം, രാസോർജ്ജം ഇവയൊന്നുമല്ല. നമുക്കറിയാം ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചലിക്കുന്ന ഒരു ഇതിലുണ്ടാവുന്ന ഒരു ഊർജ്ജമാണ്. ഇവിടെ സ്ഥിതികോർജ്ജമാണ്, കാരണം ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഊർജ്ജം സ്ഥിതികോർജ്ജമാണ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏതവസ്ഥയാണ്? നമുക്കറിയാം ഖരാവസ്ഥയാണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 6. ഒരു ബലൂണിലുള്ള 2 ലിറ്റർ വാതകം 7 ലിറ്റർ വ്യാപ്തമുള്ള ഒരു ഒഴിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റിയാൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയാകും? അത് 7 ലിറ്റർ തന്നെയാകും. നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ, എത്ര വ്യാപ്തിയുള്ള പാത്രത്തിലേക്കാണോ ഒഴിക്കുന്നത്, അത് വാതകമാണ് കേട്ടോ, വാതകമാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ വാതകം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒഴിച്ച പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ 7 ലിറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ചോദ്യം. ഏഴാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം 7B, ഡിസംബർ 14 ആണ്. ഇനി അടുത്ത ചോദ്യം, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. ഏതാണ്? ന്യൂട്ടൺ ആണോ, കിലോമീറ്റർ ആണോ, അതോ ജൂൾ ആണോ, ഡെസിബിൾ ആണോ? ഏതാണ്? നമുക്കറിയാം ജൂൾ ആണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്രോപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? നമുക്കറിയാം ചോദിച്ചിരിക്കുന്നത് പ്രകാശം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഉപകരണമാണ്? പെരിസ്കോപ്പാണ്. അതെ, പെരിസ്കോപ്പാണ് ഉപകരണം. അതെ. ഇനി അടുത്തത് 2. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ്? ആരുടെ ജന്മദിനമാണ്? CV രാമൻ്റെ ആണ്. ഓക്കെ, ഉത്തരം CV രാമൻ, B, CV രാമനാണ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? പച്ച, നീല, ചുവപ്പ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ്? ഓഫ് കോഴ്സ് C ആണ്, മഞ്ഞയാണ്. ഓക്കെ, മഞ്ഞ. ഇനി അടുത്ത 4. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഏതാണ്? 4A ആണ് ഉത്തരം, പ്രകീർണനം. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ പ്രകീർണനമാണ്. ഓക്കെ, ഇനി അടുത്തത്, ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 × 10⁵ km/s. അതായത് 5ൻ്റെ ഉത്തരം A ആണ്. 3 × 10⁵ km/s ആണ്. ഓക്കെ, ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, അന്തർദേശീയ പ്രകാശവർഷമായി കണക്കാക്കിയ വർഷം ഏതാണ്? 2010 ആണോ, 12 ആണോ, 15 ആണോ, 16 ആണോ? അന്തർദേശീയ പ്രകാശവർഷമായി കണക്കാക്കിയ വർഷം 6C ആണ് ഉത്തരം, 2015 ആണ്. ഇനി അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യനാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്തിരിക്കുന്നത് ഏത് വിഭാഗത്തിൻ്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു?
ഭൗതികശാസ്ത്രം, രസതന്ത്രശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം. 7 എ ആണ് ഉത്തരം. ഭൗതികശാസ്ത്രം 7 എ ഭൗതികശാസ്ത്രമാണ്. CV രാമൻ ഭൗതികശാസ്ത്രവുമായിട്ട് വളരെയധികം കണക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്ത് നിന്നും കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ എന്തു പറയും? അധാര്യ വസ്തുക്കളാണോ, സുതാര്യ വസ്തുക്കളാണോ, അർദ്ധധാര്യ വസ്തുക്കളാണോ, നിഴലുകളാണോ? എന്താണ്? 8ൻ്റെ ഉത്തരം ബി ആണ്. സുതാര്യ വസ്തുക്കളാണ്. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കൾ. ഓക്കെ, ഇനി 8. 9ാമത്തെ ക്വസ്റ്റ്യനാണ് അടുത്തത്. 9 ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായിട്ടുള്ള ബലം പ്രതലബലാണോ, ഘർഷണബലാണോ, അഡ്ഹീഷനാണോ, കൊഹിഷനാണോ? ഏതാണ്? 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. സി അഥവാ അഡീഷൻ കൊണ്ടാണ് ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന്. നമുക്കറിയാം, ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഫുൾ ഊറ്റിക്കളഞ്ഞാലും അതിലുണ്ടാവും വെള്ളത്തുള്ളിയാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതിന് കാരണമായിട്ടുള്ളത് അഡീഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഓക്കെ, അഡീഷൻ ബലം എന്ന് പറയുന്നതാണ് അതിന് കാരണം. ഓക്കെ, ഇനി ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏത്? നമുക്കറിയാം, ഓരോ കളർ കൂടി നമ്മൾ 10th ഫിസിക്സ് ആണ് ഇതൊക്കെ. 10th ഫിസിക്സ് ആണിത്. നമുക്കറിയാം, ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? 10ാമത്തെ ചോദ്യമാണ്. ഉത്തരം മജന്തയാണ് ഉത്തരം. 10ൻ്റെ ഉത്തരം എ മജന്ത. ഇനി അടുത്തത്, സൂര്യപ്രകാശത്തിൻ്റെ ഏത് കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശത്തിലെ ഏത് കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്? അൾട്രാവയലറ്റ് ആണോ, ഇൻഫ്രാറെഡ് ആണോ? ഏതാണ്? 11ൻ്റെ ഉത്തരം ബി ഇൻഫ്രാറെഡ് രശ്മിയാണ്. ഓക്കെ, ഇനി 12 അർബുദ ചികിത്സയ്ക്ക് നമുക്കറിയാം സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഇൻഫ്രാറെഡ് രശ്മിയാണ്. ഇനി അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? അൾട്രാവയലറ്റ് ആണോ, ഇൻഫ്രാറെഡ് ആണോ, എക്സ് കിരണാണോ, ഗാമ കിരണാണോ? ഏതാണ്? 12 സി ഗാമ കിരണമാണ്. ഓക്കെ, ഇനി ഒരു പ്രിസത്തിലൂടെ സമന്വത പ്രകാശമായ മഞ്ഞ കടത്തിവിട്ടാൽ പ്രിസത്തിൻ്റെ ബേസിൽ, അതായത് അടിയിൽ കാണപ്പെടുന്ന വർണ്ണം ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? 13ൻ്റെ ഉത്തരം ബി പച്ചയാണ്. പച്ച. ഓക്കെ, 13ൻ്റെ ഉത്തരം പച്ച. ബി ആണ്. പച്ച. ഓക്കെ, ഇനി ക്വാണ്ടം സിദ്ധാന്തം. നമുക്കറിയാം, ക്വാണ്ടം തിയറി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മാക്സ് പ്ലാങ്ക് ആണോ, ഐൻസ്റ്റീൻ ആണോ, ക്രിസ്ത്യൻ ബെർണാഡ് ആണോ, CV രാമൻ ആണോ? ആരാണ്? നമുക്കറിയാം മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം അഥവാ ക്വാണ്ടം തിയറി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗമായ ശബ്ദത്തിലേക്ക് പോകാം. നമുക്കറിയാം, ഫിസിക്സിൻ്റെ മറ്റൊരു ഭാഗമാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ശുദ്ധജലമാണോ, വായു ആണോ, ഇരുമ്പാണോ, ശൂന്യതയിലൂടെയാണോ? ഇതിൽ ഏതാണ് ഉത്തരം? സി ആണ് ഉത്തരം. ഇരുമ്പിലൂടെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിലാണ് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്ന് ശുദ്ധജലം, അതായത് ദ്രാവകമാണ്. വായു എന്ന് പറയുന്നത് വായുവാണ്, എയറാണ്. പിന്നെ ഉള്ളത് ഇരുമ്പ്, വാതകമാണ് വായു. പിന്നെ ഇരുമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഖരമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരാവസ്ഥയിലൂടെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇരുമ്പാണ്, ഇവിടെ ഖരം, അതുകൊണ്ട് ഖരം, ഇരുമ്പ്. ഓക്കെ, അപ്പോൾ ഇരുമ്പാണ് ഇവിടെ ഉത്തരം. ഇനി അടുത്തത്, ബോട്ടിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബോട്ടിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം GPS ആണോ, റഡാർ ആണോ, അതോ എന്താണ് ഇപ്പിറബാണോ, സോളാറാണോ? ഏതാണ് ഉത്തരം? ഉത്തരം ബി റഡാറാണ്. ബോട്ടിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം റഡാറാണ്. ഇനി അടുത്തത്, സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് 3C ആണ്. 340 മീറ്റർ/സെക്കൻഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത്, വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത 4C 340 മീറ്റർ/സെക്കൻഡ് തന്നെയാണ് 4 ഉത്തരം വരുന്നത്. ഓക്കെ, 340 മീറ്റർ/സെക്കൻഡ് ആണ് വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത. എത്രയാണെന്ന് ചോദിച്ചാലും 340 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി അടുത്തത് 5, ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്രയാണ്? ഡി ആണ് ഉത്തരം. 5D ആണ് ഉത്തരം. 340 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കും. ഇതെല്ലാം ഒരു തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്ന് വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നു, മറ്റൊന്ന് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഒരുമിച്ച് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്തത്, ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? 6ാമത് ചോദ്യമാണ്. ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്?
ഏതാണ്? ഡെസിബലാണോ, ഹെഡ്സ് ആണോ, മാക് നമ്പർ ആണോ, ന്യൂട്ടൺ ആണോ, ഏതാണ്? ആറിൻ്റെ ഉത്തരം എ ആണ്. നമുക്കറിയാം ഡെസിബലാണ് 6A. ഇനി അടുത്തത് 7, ശബ്ദ മലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദ മലിനീകരണം മില്ലിബാറാണോ, ഡെസിബലാണോ, അതോ സെൻറ്റിമീറ്റർ എന്തായാലും ഇല്ല. പിന്നെ അപ്പോൾ 7ൻ്റെ ഉത്തരം ഏതാണ്? ഡെസിബൽ തന്നെയാണ്. ശബ്ദ മലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, അതായത് ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റും ഡെസിബലാണ്. അതുപോലെ ശബ്ദ മലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റും എന്താണ്? ഡെസിബൽ തന്നെയാണ്. 7B ആണ്. ശബ്ദത്തിൻ്റെ ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത് ശബ്ദത്തിന് ഏറ്റവും നമ്മൾ പറഞ്ഞു ഖരത്തിനാണ്. 8C ഖരത്തിനാണ്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരത്തിലൂടെയാണ്. ഓക്കെ, ഖരത്തിലൂടെ ഒരു ശബ്ദം കടത്തിവിട്ടാലാണ് ഏറ്റവും കൂടുതൽ വേഗത ഉണ്ടാവുക. മനസ്സിലാക്കിയല്ലോ? ഖരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ വരുന്നത് ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ഇരുമ്പ് ചോദിക്കാം, അല്ലെങ്കിൽ വല്ല ബെഞ്ചോ ഡെസ്കോ അങ്ങനെ എന്ത് ചോദിക്കാം. ഖരം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലൂടെയാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് താപവും ഊഷ്മാവും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് വരുന്ന ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് എന്ത്? താപമാണോ, താപനിലയാണോ, വ്യാപനമാണോ, മർദ്ദമാണോ, എന്താണ്? താപമാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? സംവഹനാണോ, വികിരണമാണോ, ചാലനമാണോ, ഏതാണ്? ഉത്തരം 2ൻ്റെ ഉത്തരം C ആണ്. ചാലനം വഴിയാണ് ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത്. ചാലനം എന്ന പ്രക്രിയ വഴിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. തെർമോമീറ്റർ ആണോ, ബാരോമീറ്റർ ആണോ, ലാക്ടോമീറ്റർ ആണോ, അമ്മീറ്റർ ആണോ, ഏതാണ്? 3ൻ്റെ ഉത്തരം തെർമോമീറ്റർ ആണ്. നമുക്കറിയാം ഊഷ്മാവ് അളക്കുന്നതിന് തെർമോമീറ്റർ. ഇനി ഐസ് ഉരുകുന്ന താപനില ഏതാണ്? 100 ഡിഗ്രി ആണോ, 0 ഡിഗ്രി ആണോ, 10 ഡിഗ്രി ആണോ, ഏതാണ്? 4ൻ്റെ ഉത്തരം B ആണ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് ഉരുകി തുടങ്ങുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് എത്രയാണ്? നമുക്കറിയാം ഫാരൻഹീറ്റിൻ്റെ 100 ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഫാരൻഹീറ്റ് ഏതാണ്? 32 ആണോ, അതോ 212 ആണോ, ഏതാണ്? 5ൻ്റെ ഉത്തരം 212 ആണ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് 212, 5B. ഇനി ജലത്തിന് ബാഷ്പീകരണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജലത്തിന് ബാഷ്പീകരണം നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം നടക്കുന്നു, 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ മാത്രം നടക്കുന്നു, എല്ലാ താപനിലയിലും നടക്കുന്നു, അതോ 100 ഡിഗ്രി സെൽഷ്യസിന് താഴെ മാത്രം നടക്കുന്നു? ഇതിലേതാണ് ജലത്തിന് ബാഷ്പീകരണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന? C ആണ്. എല്ലാ താപനിലയിലും ജലത്തിന് ബാഷ്പീകരണം നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പ്രത്യേക താപനിലയിൽ മാത്രമല്ല ജലത്തിന് ബാഷ്പീകരണം നടക്കുക. അത് ബാഷ്പീകരണം നടന്ന് ഓരോ ഡിഗ്രി സെൽഷ്യസിലും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം. അതായത് എല്ലാ താപനിലയിലും നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ജലത്തിന് ബാഷ്പീകരണം നടക്കുന്നത് എല്ലാ താപനിലയിലും നടക്കുന്നു. 6C എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്തൊരു ഭാഗത്തേട്ട് പോകാം. അടുത്തത് വൈദ്യുതി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വൈദ്യുതി എന്ന് പറയുന്ന ഭാഗത്തിൽ ആദ്യത്തെ ചോദ്യം, രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം ഏതാണ്? മോട്ടോറാണോ, ജനറേറ്ററാണോ, ബാറ്ററിയാണോ, ബൾബാണോ, ഇതിലേതാണ് ഉത്തരം? ബാറ്ററിയാണ്. രാസോർജം. ബാറ്ററി എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ രാസവസ്തുവാണ്. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്ന രാസോർജത്തെ അത് വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ്. നമുക്കറിയാം ബാറ്ററി ഇട്ടാൽ എന്ത് കത്തും? ബാറ്ററി ഇട്ടാൽ വൈദ്യുതി ഉണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ രാസോർജ്ജത്തെ ഇവിടെ വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ബാറ്ററി അതിലുണ്ടെങ്കിൽ ബാറ്ററിയാണ് ഉത്തരം. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താണ്? വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായിട്ടാണ് പരിവർത്തനപ്പെടുന്നത്? അതായത് ശബ്ദോർജ്ജം പ്രകാശോർജ്ജം മാറുകയാണോ, ഗതികോർജ്ജം താപോർജ്ജമായിട്ട് മാറുകയാണോ, പ്രകാശോർജ്ജവും താപോർജ്ജമാണോ, പ്രകാശോർജ്ജവും സ്ഥിതികോർജ്ജവുമാണോ? ഇതിലേതാണ് ഉത്തരം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാവും. നമുക്കറിയാം ഒരു വൈദ്യുത ബൾബിൽ ഏതൊക്കെ ഊർജ്ജമാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചത്. ഒരു വൈദ്യുത ബൾബ് കത്തിച്ച് വെച്ചാൽ അതിൽ നിന്ന് പ്രകാശോർജ്ജം കിട്ടും, ഉറപ്പാണല്ലോ. അതിനൊപ്പം തന്നെ അവിടെ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കറിയാം കത്തിച്ച് വെച്ച ബൾബിൽ തൊട്ട് നോക്കിയാൽ ചൂടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം അത്രയും സിമ്പിളായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം
ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? താപോർജ്ജമാണോ, രാസോർജ്ജമാണോ, യാന്ത്രികോർജ്ജമാണോ, ഗതികോർജ്ജമാണോ? മൂന്നാമത്തിൻ്റെ ആൻസർ താപോർജ്ജമാണ്. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ചോദിച്ചാൽ താപോർജ്ജമാണ്. 3A. ഇനി കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചത്. 240 ആണോ? ഓക്കെ, കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 230 വോൾട്ടാണ്. നമ്മളെല്ലാവരുടെയും ഒരു കറണ്ടിൻ്റെ ബോക്സിൻ്റെ ആ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ടോ 230 വോൾട്ട് എന്ന് കേട്ടോ. അത് നോക്കുക. 4D ഉത്തരം 230 വോൾട്ട്. ഇനി അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യമാണ്. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമുണ്ട്. അതേതാണ് ഉപകരണം? ലൗഡ് സ്പീക്കറാണോ, ടെലസ്കോപ്പാണോ, മെഗാഫോണാണോ, മൈക്രോഫോണാണോ? ഏതാണ്? 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം D, മൈക്രോഫോൺ. മൈക്ക് നമുക്കറിയാം, ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് മൈക്രോഫോൺ. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം ഏതാണെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണോ, ട്രാൻസ്മിഷൻ ആണോ, റെക്ടിഫിക്കേഷൻ ആണോ, ഏതാണ്? ആംപ്ലിഫിക്കേഷൻ ആണോ? ആംപ്ലിഫിക്കേഷൻ മൈക്രോഫോണിൻ്റെ ആണ്, അതല്ല. അപ്പോൾ 6ൻ്റെ ഉത്തരം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ, ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ഊർജ്ജതന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഊർജ്ജതന്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഊർജ്ജതന്ത്രത്തിൻ്റെ ഭാഗം തന്നെ ഇത് അവസാനിച്ചിട്ടില്ല. ഊർജ്ജതന്ത്രം തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആണിത്. അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ചയായ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദാറ്റ്സ് ഓൾ.